അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒന്ന് വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്ററാണ് ഏത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മൾ പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നീറ്റ് എക്സാമിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2009 ഫേസ് 2 ഒരു ചോദ്യം വന്നിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം അതല്ലെങ്കിൽ രണ്ട് ചോദ്യം മാക്സിമം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, അതല്ലെങ്കിൽ രണ്ട്, ഒരു 1 മുതൽ 2 വരെ റേഞ്ചിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഹീറ്റ് എക്സ്ചേഞ്ച് കേട്ടോ, അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, ഇൻക്ലൂഡിങ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 മുതൽ 2 വരെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനൊക്കെ പറയാം ഈ ഒരു ചാപ്റ്ററിൽ. ഇനി നമുക്ക് റീസെൻ്റ്ലി 2020 ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 2 സോളിഡ് കോപ്പർ സ്ഫിയേഴ്സ് ഓഫ് റേഡിയൈ R1 and R2. ഓക്കെ, R1 is equal to 1.5 R2 through 1 Kelvin, R in the ratio. അപ്പോൾ എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തുണ്ട്, 2 സോളിഡ് കോപ്പർ സ്ഫിയേഴ്സ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് R1 ആണ്, രണ്ടാമത്തിൻ്റെ റേഡിയസ് R2 ആണ്. അവരുടെ പ്രത്യേകത എന്താണ്, റേഡിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, R1 is equal to 1.5 R2. ഓക്കെ, R1 is equal to 1.5 R2. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം അവരുടെ ഹീറ്റിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം, ഡെൽറ്റ ക്യൂ, ഹീറ്റ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എസ് മീൻസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമ്മൾ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണല്ലോ ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇത് ഒന്നാമത്തെ കേസാണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, 1 എന്ന് കൊടുത്തു, ഇവിടെയൊക്കെ 1 എന്ന് കൊടുത്തു. ഇവിടെ ഒന്നാമത്തെ കേസ്. അതേപോലെ അപ്പോൾ ഡെൽറ്റ ക്യൂ 2 എന്തായിരിക്കും ഉണ്ടാവുക, M2 S2 ഡെൽറ്റ T2 ഇങ്ങനെ എഴുതി. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ കാണട്ടെ നമുക്ക്, കാരണം Q1/Q2 റേഷ്യോ അല്ലേ കാണാൻ പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ Q1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q2, ഈ റേഷ്യോ കാണുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ക്യാൻസൽ ആവും എന്നറിയോ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ക്യാൻസൽ ആവും. കാരണം രണ്ടും കോപ്പറാണ്. ഒരേ മെറ്റീരിയലിന് ഒരേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവുക. സെയിം മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ മാറുന്ന സമയത്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മാറുള്ളൂ. സോ സിൻസ് ബോത്ത് ആർ സെയിം മെറ്റീരിയൽ, ഇത് ക്യാൻസൽ ആവും. രണ്ടും റൈസ് ഇൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 1 കെൽവിന്, അതുകൊണ്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും കട്ട് ചെയ്ത് പോകും. ബാക്കി ആരുണ്ടാവുക, M1/M2. ഓക്കെ, അപ്പോൾ ഡെൽറ്റ Q1/ഡെൽറ്റ Q2 ഇസ് ഈക്വൽ ടു M1/M2. പക്ഷേ ഓപ്ഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റേഡിയസ് ആണ്. അപ്പോൾ മാസിനെ ഞാൻ റേഡിയസിൻ്റെ ടേംസിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമുക്ക് വേഗം ഡെൻസിറ്റിയുടെ ഫോർമുല എല്ലാം ഓർമ്മ വരിക. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഡെൽറ്റ Q1/ഡെൽറ്റ Q2 ഇസ് ഈക്വൽ ടു M1/M2 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു M1ൻ്റെ പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെൻസിറ്റി ബൈ വോളിയം. ഒന്നാമത്തെ കേസ് ആയതുകൊണ്ട് ഞാൻ 1 എന്ന് കൊടുത്തു. അപ്പോൾ M2 എന്തായിരിക്കും വരുന്നുണ്ടാവുക, ρ2 V2. ശരിയല്ലേ. രണ്ടും ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് ഡെൻസിറ്റിയും സെയിം ആണ്, അതുകൊണ്ട് ഡെൻസിറ്റിയും കട്ട് ചെയ്ത് പോകും. ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ എന്തായി, ഡെൽറ്റ Q1/ഡെൽറ്റ Q2 ഇസ് ഈക്വൽ ടു V1/V2 എന്ന് കിട്ടി. ശരിയല്ലേ. എന്താ വോളിയത്തിൻ്റെ ഫോർമുല ഒരു സ്ഫിയറിൻ്റെ, 4/3 പൈ R ക്യൂബ്. ഓക്കെ, ഒന്നാമത്തെ കേസ് ആയതുകൊണ്ട് 4/3 പൈ R1 ക്യൂബ് ഡിവൈഡഡ് ബൈ 4/3 പൈ R2 ക്യൂബ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ 4/3യും പൈയും 4/3 പൈയും കട്ട് ചെയ്ത് ഒഴിവാക്കി. ബാക്കി R1ൻ്റെ വാല്യൂ എത്രയാണ്, 1.5 R2 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ R2ൻ്റെ വാല്യൂ ഞാൻ R2 എന്ന് തന്നെ എഴുതി. ഓക്കെ, ദ ഹോൾ ക്യൂബ്. മനസ്സിലായോ. അപ്പോൾ R1ൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്, 1.5 R2. R2 ഞാൻ R2 തന്നെ എഴുതി. ഈ R2 കട്ട് ചെയ്ത് പോകുമല്ലോ. ബാക്കി എത്ര വരും നമുക്ക്, 1.5 ദ ഹോൾ ക്യൂബ്. ഇതാണ് ആൻസർ വരിക. ഓക്കെ, 1.5 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നിങ്ങളത് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എത്ര കിട്ടും, 27/8 ആണ്. 1.5 ദ ഹോൾ ക്യൂബ് മീൻസ് 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5, അത് എന്തിന് ഈക്വലാണ്, 27/8 ഈക്വൽ ആണ്. ദെയർഫോർ ഓപ്ഷൻ എ ഇസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊരു വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ചോദ്യമായിരുന്നു നീറ്റിന് ആ വർഷം ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം, ഇത് 2019
a copper rod of 88 centimeter and an aluminum rod of unknown length have their increase in length independent of increase in temperature, then the length of aluminum rod is. Okay, alpha means coefficient of linear expansion തന്നിട്ടുണ്ട് കോപ്പറിൻ്റെയും അതേപോലെ അലൂമിനിയത്തിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല അറിയോ? ഡെൽറ്റ എൽ ഇസ് ഈക്വൾ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ഈ ഒരു ഫോർമുല എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. ഡെൽറ്റ എൽ ഇസ് ഈക്വൾ ടു എൽ ആൽഫ ഡെൽറ്റ ടി. തെർമൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ 3 ടൈപ്പ് എക്സ്പാൻഷൻസ് പഠിക്കുന്നുണ്ട്. ലീനിയർ എക്സ്പാൻഷൻ, അതേപോലെ തന്നെ ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ്റെ കേസിൽ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഫോർമുല ഇതാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാവ് ദെയർ ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. രണ്ട് പേരുടെ ഇൻക്രീസ് ഇൻ ലെങ്ത് എന്താണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്? സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേരുടെയും ഇൻക്രീസ് ഇൻ ലെങ്ത് സെയിം ആണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഏതാണ് ഫസ്റ്റ് കേസിൽ അവർ പറയുന്നത് കോപ്പർ അല്ലേ. അപ്പോൾ കോപ്പറാന്ന് മനസ്സിലാൻ വേണ്ടി ഇത് ഞാൻ എന്തെടുത്തു? സി എന്ന് എഴുതി കേട്ടോ. എല്ലാത്തിൻ്റെയും കോപ്പറിൻ്റെ കേസാണെന്ന് മനസ്സിലാവാൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് അലൂമിനിയത്തിൻ്റെ എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തിൻ്റെയും കൂടെ ഒരു എ എന്ന് എഴുതി. രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത് സെയിം ആണല്ലോ. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഇക്വേറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്ത് കിട്ടും? ലെങ്ത് ഓഫ് കോപ്പർ ആൽഫ ഓഫ് കോപ്പർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് അലൂമിനിയം ആൽഫ ഓഫ് അലൂമിനിയം ഡെൽറ്റ ടി ഓഫ് അലൂമിനിയം. ആൻഡ് രണ്ട് പേരുടെയും ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറും സെയിം ആണ്. അതുകൊണ്ട് ഡെൽറ്റ ടിയും എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. ഓക്കെ, ബാക്കി ഇത്ര ടേംസ് അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എന്താ വേണ്ടത്? ലെങ്ത് ഓഫ് അലൂമിനിയം അല്ലേ വേണ്ടത്. അപ്പോൾ എന്ത് വരും? ലെങ്ത് ഓഫ് അലൂമിനിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് കോപ്പർ ഇൻറ്റു ആൽഫ ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് അലൂമിനിയം. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. എത്രയാണ്? 88. സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓപ്ഷൻസും സെൻറ്റിമീറ്ററിലല്ലേ. അതുകൊണ്ട് ഞാനത് കൺവേർട്ട് ചെയ്യുന്നില്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു 88 ഇൻറ്റു ആൽഫ എത്ര തന്നിട്ടുള്ളത്? 1.7 ഇൻറ്റു 10⁻⁻5 ഡിവൈഡഡ് ബൈ, ഇനി ആൽഫ ഓഫ് അലൂമിനിയം തന്നിട്ടുണ്ട്. എത്രയാണ്? 2.2 ഇൻറ്റു 10⁻⁻5. ഈ 10⁻⁻5 10⁻⁻5 കട്ട് ചെയ്ത് പോകും. ബാക്കി 88 ഇൻറ്റു 1.7 ഡിവൈഡ് ബൈ 2.2. ദ ആൻസർ വിൽ ബി 68 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 68 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ 2019 ചോദ്യമായിരുന്നു. ഇനി 2018 the power radiated by a black body is P and it radiates maximum energy at wavelength lambda 0. If the temperature of the black body is now changed so that it radiates maximum energy at wavelength 3/4 lambda 0, the power radiated by it become Np. The value of N is. അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇത് നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിൽ പവർ റേഡിയേറ്റഡിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഫോർമുല അറിയാത്തവരൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. പവർ റേഡിയേറ്റഡിൻ്റെ ഫോർമുല ഉണ്ട്. എന്താണ് പവർ റേഡിയേറ്റഡിൻ്റെ ഫോർമുല? പവർ റേഡിയേറ്റഡ് വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എ ടി റേസ് ടു 4. സിഗ്മ എ ടി റേസ് ടു 4. സിഗ്മ മീൻസ് ഇറ്റ് ഈസ് സ്റ്റിഫാൻസ് കോൺസ്റ്റൻറ്റ്. സ്റ്റിഫാൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പവർ റേഡിയേറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് പി. ഒരു ബ്ലാക്ക് ബോഡിയുടെ റേഡിയേറ്റ് ചെയ്യുന്ന പവർ എത്രയാണ്? പി ആണ്. ആ സമയത്തുള്ള അതിൻ്റെ വേവ് ലെങ്ത് എത്ര? മാക്സിമം വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ നോട്ടാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ആ വേവ് ലെങ്ത് ലാംഡ നോട്ടിൽ നിന്ന് എത്ര ആയിട്ട് മാറി? 3/4 ലാംഡ നോട്ടായിട്ട് മാറി. ഓക്കെ, അല്ലെങ്കിൽ ലാംഡ 0 ആയിട്ട് മാറി. ഇത്രയും പവർ മാറി. അപ്പോൾ ആ സമയത്ത് ഇത് വേവ് ലെങ്ത് മാറി. അപ്പോൾ പവർ എന്തായിട്ട് മാറി ഈ സമയത്ത്? അതായത് വേവ് ലെങ്ത് ലാംഡ 0യിൽ നിന്ന് 3/4 ലാംഡ 0 ആയിട്ട് മാറിയപ്പോൾ പവർ പിയിൽ നിന്ന് NP ആയിട്ട് മാറി. അപ്പോൾ എന്താണ് ഈ എന്നിൻ്റെ വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് N? അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം. സിഗ്മ എ ടി റേസ് ടു 4. രണ്ട് കേസിലും ഇത് കോൺസ്റ്റൻ്റ് ആണ്. രണ്ട് കേസിലും ഒരേ മെറ്റീരിയൽ തന്നെയാണല്ലോ. അതുകൊണ്ട് എയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? P1/P2 റേഷ്യോ എടുക്കുമ്പോൾ സിഗ്മയും എയും കട്ട് ചെയ്ത് പോകും. കാരണം ഒരേ മെറ്റീരിയൽ, രണ്ടും ഒരേ മെറ്റീരിയൽ തന്നെയല്ലേ. അപ്പോൾ ഈ സിഗ്മയും എയും സെയിം ആയതുകൊണ്ട് ബാക്കി ടെമ്പറേച്ചർ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ T1/T2 ദ ഹോൾ റേസ് ടു 4. ഇങ്ങനെ ഇത്ര ചെയ്താൽ നമുക്ക് പവറിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ ക്വസ്റ്റനിൽ ടെമ്പറേച്ചറിൻ്റെ ടേംസ് അല്ല തന്നിട്ടുള്ളത്, പകരം വേവ് ലെങ്ത്തിൻ്റെ ടേംസിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ടെമ്പറേച്ചറിനെ വേവ് ലെങ്ത്തിൻ്റെ ടേംസിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ഐഡിയ വന്നു? ആ സമയത്താണ് എൻ്റെ മൈൻഡിലേക്ക് വീൻസ് ലോ വന്നത്. ഓക്കെ, വീൻസ് ലോ നമ്മൾ NCERT പഠിച്ചിട്ടുണ്ട്. എന്താണ് വീൻസ് ലോ? T ലാംഡ m വിച്ച് ഈസ് ഈക്വൽ ടു വീൻസ് കോൺസ്റ്റൻറ്റ് B ആണ്. ലാംഡ m മീൻസ് മാക്സിമം വേവ് ലെങ്ത്ത്.
അപ്പോൾ എനിക്ക് ബി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ലാംഡ എമ്മിനെ അങ്ങോട്ട് എഴുതി. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ ലാംഡ എം. അപ്പോൾ ടെമ്പറേച്ചറും ലാംഡ എമ്മും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ. അപ്പോൾ എന്ത് പറയാൻ പറ്റും, T1/T2 ഈസ് ഈക്വൽ ടു ലാംഡ എം 2/λm1, കാരണം അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, P1/P2 ഈസ് ഈക്വൽ ടു T1/T2ക്ക് പകരം എന്ത് എഴുതാൻ പറ്റും, ലാംഡ m2 ഡിവൈഡഡ് ബൈ ലാംഡ m1. ഈ ഫോർമുലൊക്കെ അറിയണം കേട്ടോ. ഹോൾ റേഷ്യോ 4 ഉണ്ടായതുകൊണ്ട് ഞാൻ ഹോൾ റേഷ്യോ 4 ഇട്ടു. ഇത് വീൻസ് ലോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം ആയതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അത് തിയറിയിലേക്ക് പോകുന്നില്ല. ക്ലാസ്സിലൊക്കെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം ഫോർമുല വെച്ചിട്ട് ഫോർമുല അറിയാവുന്നവർക്ക് ഇതെങ്ങനെ ചെയ്തു പോകാം നമുക്ക്. ഇനി P1 മീൻസ് ഫസ്റ്റ് കേസിലെ പവർ, അത് P ആണ് തന്നിട്ടുണ്ട്. P2 മീൻസ് ന്യൂ പവർ, അത് NP ആണ്. which is equal to lambda m2 means രണ്ടാമത്തെ കേസിലെ മാക്സിമം വേവ് ലെങ്ത്, that is 3/4 lambda 0 divided by lambda m ഒന്നാമത്തെ കേസിൽ lambda naught the whole raised to 4. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി അല്ലേ. ബാക്കി എത്ര കിട്ടും നമുക്ക്, P divided by NP which is equal to ഇവിടെ 3/4 whole raised to 4 അല്ലേ. 3 raised to 4 means 81 ആണ്. 4 raised to 4 means 256 ആണ്. ഈ പിയും പിയും കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, n is equal to 256 divided by 81. 256 divided by 81, that is option C is correct. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ഫോർമുലാസ് ഒക്കെ ഒന്ന് പരിചയം ഉണ്ടാവണം കേട്ടോ, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം 2017 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. Two rods A and B of different material are welded together as shown in the figure. The thermal conductivities are K1 and K2. The thermal conductivities of the composite rod. ഈ കോമ്പോസിറ്റ് റോഡിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മളൊരു ഫോർമുലയുണ്ട്, നമ്മളത് ബൈഹാർട്ട് ചെയ്യേണ്ട ഫോർമുലയാണ്. അതായത് രണ്ട് മെറ്റാലിക് റോഡുകൾ നമുക്ക് സീരീസിലും കണക്ട് ചെയ്യാം, ഇത് സീരീസിൽ കണക്ട് ചെയ്യാം, അതുപോലെ പാരലും കണക്ട് ചെയ്യാം. നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ സീരീസ് പാരലൽ ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യാറുണ്ടല്ലോ, അതേപോലെ ഇവിടെയും അതേപോലെ സെല്ലിൻ്റെത് ബാറ്ററികളുടെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്, കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ സ്പ്രിങ്ങുകൾ ഓസിലേഷൻ ചാപ്റ്റർ സ്പ്രിങ് സീരീസ് പാരലൽ കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കണക്ട് ആവാറുണ്ട്. അതേപോലെ ഇവിടെ എന്താണ്, രണ്ട് മെറ്റാലിക് റോഡുകൾ സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർമുലയുണ്ട്. ഇത് നമ്മുടെ കേസിൽ പാരലലാണ്. പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒന്നാമത്തെ കേസിൻ്റെ വാല്യൂ K1 ആണ്, രണ്ടാമത്തത് K2 ആണ്, അങ്ങനെ ഇൻഫിനിറ്റി വരെ ഉണ്ട് എന്നരുത്, Kn വരെ. ഞാൻ അതിൻ്റെ ഫോർമുല പറഞ്ഞുതരാം, നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഇഫക്റ്റീവ് എന്തുണ്ടാവും, നമുക്ക് ഇഫക്റ്റീവ് K വാല്യൂ ഉണ്ടാവും. ആ ഇഫക്റ്റീവ് Kൻ്റെ ഫോർമുലയാണ് K is equal to K1 A1 plus K2 A2 etc. up to Kn etc. up to Kn An divided by A1 plus A2 plus A3 etc. up to An. ഇത് ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാണ്ട് നമുക്ക് വേറെ മാർഗ്ഗമില്ല. എന്താണ് K എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. K മീൻസ് തെർമൽ റെസിസ്റ്റൻസ്. കാരണം ടെമ്പറേച്ചർ ഫ്ലോ ചെയ്യാനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ റെസിസ്റ്റൻസ് വിളിക്കും. ഇവിടെ ടെമ്പറേച്ചർ ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ്. ഇതാണ് ജനറൽ ഫോർമുല. നമ്മുടെ ഈ കേസിൽ നോക്കി നോക്കൂ, രണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടിൻ്റെയും ഏരിയ എന്താണ്, സെയിം ആണ്. രണ്ടിൻ്റെ ഏരിയ സെയിം ആണല്ലോ. അപ്പോൾ ഏരിയ സെയിം ആകുമ്പോൾ എന്താണ്, ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ഫോർമുല നമ്മൾ പഠിച്ചു. നമ്മുടെ കേസിൽ ഏരിയ സെയിം ആണ്, അതേപോലെ രണ്ട് കേസേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, K is equal to K1A plus K2A divided by A plus A 2A ആയി മാറും. ഈ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് ഏരിയനെ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തൂടെ. അപ്പോൾ എന്ത് വരും, A into K1 plus K2 divided by 2A. ഈ എയും എയും കട്ട് ചെയ്ത് പോയി, ബാക്കി എത്രയാണ്, K1 plus K2 divided by 2. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഇത് എന്തിൻ്റെ ഫോർമുലയാണ്, ഇത് പാരലൽ കണക്ഷൻ്റെ കേസിലുള്ള ഇക്വേഷനാണ്. K എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ റെസിസ്റ്റൻസ്, K മീൻസ് തെർമൽ റെസിസ്റ്റൻസ്. ഇതേപോലെ നമുക്ക് എന്തിൻ്റെ ഫോർമുല ഉണ്ട്, സീരീസ് കണക്ഷൻ്റെ ഫോർമുല ഉണ്ട് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു, അപ് ടു 2017 വരെയുള്ള ചോദ്യം ചെയ്തു. അപ്പോൾ 2017 നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. 2017 ആ വർഷം 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതെന്താണ് ചോദ്യം, എ സ്ഫെറിക്കൽ ബ്ലാക്ക് ബോഡി വിത്ത് എ റേഡിയസ് ഓഫ് 12 cm radiates 450 watt power at 500 Kelvin. If the radius were halved and the temperature doubled,
the power radiated in watt would be. സോ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സ്റ്റീഫാൻസ് ലോ, ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നോ പവർ വെച്ചിട്ട്, അതേ പവറിൻ്റെ ഫോർമുലയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ് പവർ റേഡിയേറ്റഡ്? സ്റ്റീഫാൻസ് ലോ നമുക്ക് പവർ റേഡിയേറ്റഡിൻ്റെ ഫോർമുല കിട്ടും. പവർ ഈസ് ഈക്വൽ ടു എ ഇ സിഗ്മ ടി റേസ് ടു 4. ഇതാണ് പവറിൻ്റെ ഫോർമുല. ഓക്കെ, ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിസിവിറ്റിയാണ്, എ ഏരിയ, അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റീഫാൻസ് കോൺസ്റ്റൻറ്റ്, ദെൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്. എ സ്ഫെറിക്കൽ ബോഡി, ആദ്യത്തെ കേസിൽ അതിൻ്റെ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ആ സമയത്ത് അതിൻ്റെ പവർ എത്രയാണ്? 450 വാട്ട്. ആ സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 500 കെൽവിൻ. ഇത് ഫസ്റ്റ് കേസിൽ. ഇനി എന്ത് ചെയ്തു? റേഡിയസ് നമ്മൾ എന്താക്കി? ഹാഫാക്കി മാറ്റി. അപ്പോൾ ആദ്യത്തിൻ്റെ ഹാഫാക്കി മാറ്റി നമ്മൾ എന്ത്? റേഡിയസ്. അപ്പോൾ റേഡിയസ് എത്ര ആയിട്ട് മാറും? 6 സെൻറ്റിമീറ്റർ. കാരണം ആദ്യം 12 സെൻറ്റിമീറ്റർ ആയിരുന്നല്ലോ, അതിൻ്റെ ഹാഫ് മീൻസ് ഇപ്പോൾ എന്തായി മാറി? 6 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. ടെമ്പറേച്ചർ ഡബിളാക്കി മാറ്റി. ടെമ്പറേച്ചർ ഡബിളാക്കി മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 കെൽവിനുള്ളത് ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 1000 കെൽവിനായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം ഇനീഷ്യൽ ടെമ്പറേച്ചർ 500 ആണ്. അപ്പോൾ ഈ സമയത്തുള്ള പവർ റേഡിയേറ്റഡ്, ഇനീഷ്യൽ പവർ തന്നിട്ടുണ്ട്, അപ്പോൾ ഈ സമയത്ത് എത്രയാണ് പവർ റേഡിയേറ്റഡ്? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഒന്നാമത്തെ കേസാണെന്ന് മനസ്സിലാൻ വേണ്ടി അവിടെ 1 എന്ന് കൊടുക്കട്ടെ. സോ ഇവിടെ 1 എന്ന് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ P2 എന്തായിരിക്കും ഉണ്ടാവുക? P2 വിൽ ബി ഈക്വൽ ടു A2 E2, അതേപോലെ തന്നെ സിഗ്മ 2 T2 ദ പവർ 4. ഇവിടെ നമുക്ക് എമിസിവിറ്റി ഉണ്ട് അല്ലേ? എമിസിവിറ്റി ഫോർ എ ബ്ലാക്ക് ബോഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി എത്രയാണ്? 1 ആണ്. ഫോർ എ ബ്ലാക്ക് ബോഡി എമിസിവിറ്റി വിൽ ബി ഈക്വൽ ടു 1 ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ കേസിൽ ഇതും എന്തായിട്ട് മാറും? എമിസിവിറ്റി എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേഷ്യോ എടുക്കട്ടെ. സോ P1 ബൈ P2 ഇസ് ഈക്വൽ ടു എ മീൻസ് 4πr² അല്ലേ? സോ എ മീൻസ് 4πr². അപ്പോൾ ബാക്കി ക്യാൻസൽ ചെയ്ത് പോയി അവിടെ എന്തുണ്ടാകും? ഒരു R1² ഉണ്ടാകും. അതേപോലെ തന്നെ താഴെ എന്തുണ്ടാകും? ഒരു R2² ഉണ്ടാകും. ഇനി ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, രണ്ടും സ്റ്റീഫാൻസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് രണ്ടും കട്ട് ചെയ്ത് പോകും. ബാക്കി ആരുണ്ടാവുക? T1 ബൈ T2 ദ ഹോൾ റേസ് ടു 4 അല്ലെങ്കിൽ T1 റേസ് ടു 4 ഡിവൈഡ് ബൈ T2 റേസ് ടു 4. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് പോയല്ലോ. ഇനി നമുക്ക് P1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ. P1 ഇസ് 450, P2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R1 ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 12 ആണ്. സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഞാൻ അതിന് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇനി സ്ക്വയറിൻ്റെ ആയതുകൊണ്ട് ഇതിനെ സ്ക്വയർ ചെയ്തു. ഡിവൈഡഡ് ബൈ R2 എത്രയാണ്? R2 മീൻസ് 6 സെൻറ്റിമീറ്റർ, അതിനെയും കൺവേർട്ട് ചെയ്തു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു T1 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ T1ൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ ഉള്ളത്? 500 കെൽവിൻ. സോ 500 ദ ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 1000 ദ ഹോൾ റേസ് ടു 4. അപ്പോൾ അവിടെ എല്ലാ കാര്യവും അറിയാം എക്സെപ്റ്റ് P2 അതർ ദാൻ രണ്ടാമത്തെ പവർ അല്ലേ? P2 അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. ഇതിന് എളുപ്പമാണ്. ഈ 10⁻²-2 കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇവിടെയൊക്കെ നോക്കി നോക്കൂ, ഇതൊന്നും ബുദ്ധിമുട്ടില്ല. അതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈനലി കാൽക്കുലേഷൻ പാർട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. ഫൈനലി P2 വിൽ ബി ഈക്വൽ ടു 1800 വാട്ട്. P2ൻ്റെ വാല്യൂ എത്ര കിട്ടും? 1800 വാട്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ.